മൈ ബിസിനസ് എങ്ങാനും സക്സസ്ഫുൾ ആയ ഞങ്ങക്ക് പ്രോഫിറ്റ് ഷെയർ വേണം. ലച്ചു ലച്ചു നീ എന്റെ അടുത്ത് പ്രോഫിറ്റ് ഷെയർ ചോദിക്കണാടി? ആന്നാ ചോദിക്കാൻ പാടില്ലേ? അമ്മായി തന്നെയല്ലേ പറയാറ് ബിസിനസ് വേറെ ബന്ധം വേറെയാണ്. അപ്പൊ ഞങ്ങക്ക് ഞങ്ങളുടെ ഷെയർ കിട്ടണ്ടേ? പിന്നെ വേറൊരു കാര്യം, ഷെയർ എങ്ങനെ വാക്കാൽ പറഞ്ഞാൽ പോരാ, എഗ്രിമെന്റ് വേണം, പ്രോപ്പർ എഗ്രിമെന്റ് വേണം. 500 രൂപ പത്രം കേട്ടാ, അതിൽ എഴുതി എഗ്രിമെന്റ് ഉണ്ടെങ്കിലേ പറ്റൂ. അല്ല കാരണം മനുഷ്യ മനസ്സാണേ, ഈ പരിപാടി അങ്ങ് ഇറ്റാ കഴിയുമ്പോ ആ പരിപാടി വേണ്ട. എങ്ങനെ? ശരി ആയിക്കോട്ടെ, പെർസെന്റേജ് നമുക്ക് എഗ്രിമെന്റ് വെക്കാം. എഗ്രിമെന്റ് വെക്കുമ്പം ആ പ്രോഫിറ്റ് ഷെയറിലെ പ്രോഫിറ്റിന്റെ ഒരു 30% ലച്ചുന്. നെക്സ്റ്റ് മീ. കേശുവിന് ചെറുതല്ലേ നീ, അപ്പൊ നിനക്കൊരു 10%. എത്ര? 10%. 10%? എന്ത് അതേനെ കൂടുതലാണ്. ശരി, 10% എനിക്ക്, 30% ചേച്ചിക്ക്. അല്ല നീ ഏത് ഭാഗം നോക്കണം എന്ന് പറഞ്ഞേ? ഏത് ഭാഗം നോക്കണം? കോഴിക്കോട് ഏരിയ. കോഴിക്കോട് ഏരിയ ഫുള്ള് നോക്കുന്നതിന് 10% കുറവാണ്. എന്നാ കുഴപ്പമില്ല, ഞാൻ ആലപ്പുഴ ഏരിയയും കൂടെ നോക്കാൻ തുടങ്ങുമ്പോ കുറച്ച് കൂട്ടി തന്നാൽ മതി. വിഷയമില്ല, നമുക്ക് അപ്പൊ കൂട്ടാം അല്ലേ? എഗ്രിമെന്റ് 1 ഇയർ എഴുതിയ പോരെ? മതി. 10, 30 പിരിക്കുന്ന വാക്കിന് ഇപ്പം 40, ബാക്കി 60 അമ്മയ്യ. ഓഫ് കോഴ്സ് എനിക്കാണ്, കാരണം നമ്മളാണ് മുടക്കിയിരിക്കണേ. അപ്പൊ നമ്മൾക്കല്ലേ 60% കിട്ടേണ്ടത് അല്ലേ? അതിന്റെ വശം അങ്ങനെയല്ലേ? ഇനിയിപ്പം നമ്മൾ ഈ പ്രോഫിറ്റ് ഷെയർ നിങ്ങൾക്ക് തരണ സ്ഥിതിക്ക് കടയ്ക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ച 30% ലച്ചു തരണം, 10% കേശു തരണം. എങ്ങനെ? അതാണല്ലോ എന്റെ ലീഗൽ പ്രൊസീഡിങ്സ്. മുടക്കുമുതലിന്റെ 10. 10 എന്ത് പറ്റൂലേ? പറ്റൂലേ? അല്ല അങ്ങനെ നമ്മള് എന്തരമ്മായി ചുമ്മാ നമുക്ക് അങ്ങനെ 10ന്റെ ആവശ്യമൊന്നുമില്ല. 10% ഇങ്ങോട്ട് വരണം അങ്ങോട്ട് വരണം. ഈ ഇപ്പോളേ എനിക്ക് ഇങ്ങനെ ഈ ഡെയിലി വേജിന്റെ കാര്യം എങ്ങനെ? എനിക്ക് ഡെയിലി വേജ് 4 നേരമുള്ള ഫുഡ്. അപ്പൊ ഷെയർ വേണ്ട. കേശുവിനെ ഡെയിലി വേജ് മതി. നിനക്കാ ലൂസിന്റെ പേരും പറഞ്ഞ് നൈസായിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് അകറ്റി നിർത്താനുള്ള പരിപാടി ഉണ്ടല്ലോ, സൈക്കോളജിക്കൽ മൂവ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ശർക്കര ഗൗരി അമ്മായി ശരിയാക്കി തരാം കേട്ടാ. ശരിയാക്കി തരാണേ. എന്റെ പൊന്നു മക്കളെ ഗൗരി, ലൈഫൊക്കെ സെറ്റ് അല്ലേ? ഒരു കേടില്ലാതെ അങ്ങനെ പോണു. ഭാഷങ്ങളെ ചെലവേതില്ല. എന്തിന്റെ ചെലവ് മക്കളെ? വിൻസെന്റ് തോമസിന്റെ കേസ് ഒഴിവായന്റെ. പറു മര്യാദ പറു, ഞാൻ എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തിയാണ് ആ കേസിൽ നിന്ന് ഒഴിവായത്, അറിയാമോ? കേശോടൻ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചെന്ന്. എന്താ ചിരിക്കുന്നത്? കരഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെ ചെയ്തത്. അത് ഞാൻ ലാസ്റ്റ് നിവർത്തിയില്ലാത്ത പറഞ്ഞ് അവിടെ നെഞ്ചത്തിടിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ പേര് കേസ് കൊടുക്കുമെങ്കിൽ ഞാൻ വിൻസെന്റ് തോമസിന്റെ വീട്ടിൽ തന്നെ തൂങ്ങിച്ചാവെന്ന് പറഞ്ഞു. അവന്റെ അപ്പൂപ്പനെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്. അവൻ പേടിച്ചു കേട്ടാ. അല്ല പിന്നെ എന്ത് വന്ന് വെറുതെ ഒരു പരിപാടി ഉണ്ട്. കനകം 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 ஸ்டார்ட் பண்ணலாமா? സ്റ്റാർട്ട് பண்ணலாம். അല്ല എന്ത് സ്റ്റാർട്ട് பண்ணலாமான்னு? நான் இன்னையில இருந்து இவருக்கு தமிழ் சொல்லி கொடுக்க போறேன். എന്താണ് എല്ലാം കൂടെ അയ്യത്? ഇതൊരു ഭാഷ പഠിക്കുന്ന കാര്യം എന്തൊരു പുച്ഛിക്കണ? பரவாயில்ல, நீங்க உட்காருங்க. ചേച്ചി മാറി പറ അങ്ങോട്ട്. നീ പറ, ഇരുന്ന് പഠിച്ചല്ലേ, പഠിക്കാനുള്ളത് പഠിക്കട്ട് പറ. முதல்ல லெட்டர்ஸ்ல இருந்து ஆரம்பிக்கலாம். ഇല്ല ഒരു മിനിറ്റ്. തമിഴ് പാഠം. ശരി ടീച്ചർ, നമുക്ക് തുടങ്ങാം. തുടങ്ങി എൻ്റെ ഒരു വളിച്ച കോമാളിത്തരം. ഞാൻ പോണു. മാമിയുടെ കാര്യം, ഭവ്യതയുടെ ഒരു കാര്യം നടന്നായിരിക്കുമ്പോ അവിടെ ഒരുമാതിരി പുച്ഛം. കനകം ടീച്ചർ, ഇതിന് ഫീസ് വല്ലതും വേണോ? ஐயோ ஃபீஸா? நம்ம தமிழ் லாங்குவேஜ் வந்து ரொம்ப தெய்வீகமானது, அதுக்கு ஃபீஸ் எல்லாம் வாங்கவே கூடாது. இப்ப முதல்ல படிங்க. ஓகே ஸ்டார்ட் பண்ணலாம். முதல்ல ஆல இருந்து தொடங்கலாமா? எப்படி? நான் சொல்லி கொடுக்கறேன் முதல்ல. എടാ ഓ നിന്നെ തമിഴ് പഠിപ്പിച്ച പോരെ? ഓ മതി. ഞാൻ പഠിപ്പിച്ച പോരെ? പഠിപ്പിക്കല്ലേ? ഞാൻ പഠിപ്പിച്ച പോരെ? മാമിക്ക് എന്താ അറിയാം? എടാ എനിക്ക് തമിഴ് അറിയാവിടാ. അതെങ്ങനെ? എടാ ഞാനിപ്പോ അവളുടെ കൂടെ നടക്കുന്നേ, അതുകൊണ്ട് അവള് പറയുന്നതിനെക്കാട്ടി നല്ലപോലെ തമിഴ് ഞാൻ പറയും. കരം പഠിപ്പിച്ചാ മതി. വേണ്ട, ഞാൻ പഠിപ്പിക്കാം. ഞാനേ 3-4 വാക്ക് ചോദിക്കാം. ഓ അതിന്റെ അർത്ഥം നീ പറയണം. അതിന്റെ അർത്ഥം ഞാൻ പറയണം? നീ പറയണം. തമിഴ് സിമ്പിൾ വാക്കല്ലേ? പറയും.
മാവട്ടം. മാവട്ടം 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 ജില്ല ജില്ല ജില്ല. അത് അവളാണേ പറഞ്ഞേ. അത് പോട്ട്, അത് വിട്ട്. വരലാറ്. വയലാറ് മാവട്ടി ഏയ് ഹിസ്റ്ററി, ചരിത്രം അല്ലേ? അതാണ് അത് സിമ്പിൾ കേസ്. അടുത്തത് അടുത്തതാ പേരുന്ത്. പേര് ബാസി. അത് കിട്ടിയേട്ടാ. അതല്ലേ പേരുന്ത്. പേരുന്ത്. മിണ്ടരുത് മിണ്ടരുത്. ബസ് ബസ് ഓടണ ബസ് ഓടണ ബസ്. അടുത്തത് മുഖവരി. മുഖവരി, മുഖത്തിന്റെ വരി. വയസ്സാകുമ്പോ ഇങ്ങനെ വരി 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 മാമിക്ക് വരും. കിട്ടിയാ എനിക്ക് കറക്റ്റ് കിട്ടിയത്. എന്തോന്ന് കിട്ടി? എന്തോന്ന് കിട്ടി? കറക്റ്റ് മുഖവരി. എന്തോ കിട്ടിയത്? അത് കറക്റ്റ് അല്ലേ അമ്മ? ഒന്ന് പോടെ അവിടുന്ന്. അഡ്രസ് അല്ലേ? അഡ്രസ് അതും അവള് തന്നെ പറഞ്ഞത്. നീ പറഞ്ഞില്ല. അർജുനാഥ പറഞ്ഞല്ലോ. നീ എന്തോ പണ്ട് പറഞ്ഞിട്ടുള്ളത്? തമിഴ്നാട് മൊത്തം നിന്റെ കയ്യിലാന്നില്ലയോ? ആയിരുന്നു, ഇപ്പൊ പോയി. തിരുട്ടുമുണ്ട് അയാൾക്ക് പയലേ. നിനക്ക് തമിഴ് അറിയത്തില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.